വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മൈസൂരിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേരെ കൂർഗിലേക്ക് പോവാണ്. കൂർഗിൽ പോയി അവിടുത്തെ സ്ഥലമൊക്കെ കണ്ടിട്ട് ഗോയിങ് സ്ട്രൈറ്റ് ഓർ ഹോം. അപ്പോൾ ഇന്ന് മൈസൂരിലേക്ക് ബൈ ബൈ പറഞ്ഞ ദിവസം. ഹലോ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ ക്യുക്കായിട്ട് എങ്ങനെയാണ് സാധാരണ പുറത്തുമ്പോൾ മേക്കപ്പ് ചെയ്യണമെന്നൊരു വീഡിയോ കാണിച്ചു തരുമ്പോൾ അത് ഫസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യണത്. അക്വാലോജിക്കിൻ്റെ ഒരു സൺസ്ക്രീനാണ്. സൺസ്ക്രീനിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ നോർമലി യൂസ് ചെയ്യുന്ന ഡെർമാക്കോൻ്റെ സൺസ്ക്രീനുമാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യണത് എന്താ പറയുക, ഫൗണ്ടേഷൻ അല്ല, ടിൻറ്റാണ്. അതായത് മാക്കിൻ്റെ ഒരു ടിൻറ്റ്, അതാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യണത്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഞാൻ കൺസീലറൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യണത്. ഇത് ഞാൻ ചുമ്മാ പുറത്ത് പോകുമ്പോൾ നോർമലി പോകുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങണം എന്നുള്ളതാണ് കാണിച്ചു തരണത്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, കഴുത്തും അങ്ങനെ എല്ലാം ബ്ലെൻഡ് ചെയ്യുക. പിന്നെ ഈ യൂസ് ചെയ്യണതാണ് റെനേൻ്റെ ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ്. നല്ല അടിപൊളി സാധനമുണ്ട്, സൂപ്പർ സാധനം. ഞാൻ അത് ബ്ലഷായിട്ട് ലിപ്സ്റ്റിക്കായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നല്ല സൂപ്പർ സാധനമാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നിവ്യൻ്റെ ഒരു ലിപ് ബാമാണ്. ലിപ് ബാം ഇട്ടിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ലിപ്പ് ചിലപ്പം കറുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ പിന്നെ യൂസ് ചെയ്യണത് BYXൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. അതൊരു ന്യൂഡ് ഷെയ്ഡാണ്. പിന്നെ മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ് പിന്നെ യൂസ് ചെയ്യണത്. സോ മോസ്റ്റ്ലി മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ മെയിൻലി മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്യണത്. അത് മാക്കിൻ്റെ തന്നെയാണ്. എല്ലാം നൈക്കയിൽ അവൈലബിൾ ആണ്. പിന്നെ പാക്കിൻ്റെ ഒരു ഐബ്രോ പാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം ഐബ്രോസ് സെറ്റായാൽ തന്നെ മേക്കപ്പിലെല്ലാം അടിപൊളിയാവും. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ പെൻസിലാണ്. അത് മെബിലൈൻ്റെ ആണ്. പിന്നെ മെബിലൈൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത് മസ്കാര. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. അഫോർഡബിൾ ആണ്, നൈസ് സംഭവമാണ്. പിന്നെ മേക്കപ്പ് ഫിക്സർ അഗെയിൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നാലേ മേക്കപ്പ് അടിപൊളിയായിട്ട് നിൽക്കുള്ളൂ. ഒരുപാട് മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും എന്നാലും നൈസായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര നേരെ കൂർഗിലേക്കാണ്. നമ്മളെല്ലാവരും ബസ്സിൽ കയറി ഇരുന്നിട്ട് വെയിറ്റ് ചെയ്യാണ് എല്ലാവരും കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കൂർഗിലെത്തി. ബാക്കിയുള്ള ഉള്ളിലുള്ള കാഴ്ചകളും പുറത്തുള്ള കാഴ്ചകളും ഞാൻ എടുത്തിട്ടില്ല. നേരെ ഡയറക്റ്റ് കൂർഗിലേക്ക് വന്നിട്ടുള്ള വീഡിയോസാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. ഇവിടെ ഈ ഗോൾഡൻ ടെമ്പിൾ ഇരിക്കുന്നത് ബൈലാകൂപ്പെ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ്. എനിക്ക് ആ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണം. ഇത് 34 കിലോമീറ്റർ ഉണ്ട് മടിക്കേരിയിൽ നിന്ന്. നമ്മളവിടെ പോയത് ഒരു ഉച്ച ടൈമിലാണ്. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, നടക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈവനിങ് ആണ് ബെസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും വെയിലില്ലാണ്ട് സുഖമായിട്ട് നടന്ന് കാണാൻ പറ്റും. പിന്നെ ഇത് മറ്റുള്ളവരെ മൊനാസ്ട്രിയിൽ നിന്ന് ഇത് യുണീക്കായിട്ട് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 40 feet ടോൾ ഗോൾഡൻ ഐഡൽസ് ഓഫ് ബുദ്ധ ഉണ്ട്. പിന്നെ കുറേ പെയിൻറ്റിങ്സും വോൾ ഡെക്കറേഷൻസും അങ്ങനെ ഭയങ്കര ഭംഗിയാണ് ഇതിന് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് യങ് ടിബറ്റൻസ് ഇവിടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വരാറുണ്ട്. പിന്നെ ബെസ്റ്റ് ടൈം ഈ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ടിബറ്റൻ ന്യൂ ഇയർ ഉണ്ട്. അവിടെ ആ ടൈമിൽ വരുമ്പോൾ ഒരുപാട് ഇവരുടെ ആചാരങ്ങളും ഇവരുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്നും കൂടെ മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇവരുടെ ന്യൂ ഇയർ ആഘോഷം അതായത് ഒരു 2 weeks നീണ്ടു നിൽക്കും. അതായത് മന്ത് ഓഫ് ഫെബ്രുവരി ഓർ മാർച്ച് ആസ് ദ ടിബറ്റൻ കലണ്ടർ ഈസ് ബേസ്ഡ് ഓൺ ദ ലൂണ കലണ്ടർ. നമുക്ക് ഇവിടെ ഒരു ബാസ്ക്കറ്റ് പോലെ ഒരു സംഭവം തരും. അതിലേക്ക് നമ്മളുടെ ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ വെക്കണം. അവിടെ ഇവിടെയും കൊണ്ട് ഊരിയിടാൻ പാടില്ല. ബിക്കോസ് ടെമ്പിളിൽ കയറുമ്പോൾ നമ്മൾ അത്രയും നന്നായിട്ട് വൃത്തിയായിട്ട് വേണമല്ലോ കയറാൻ വേണ്ടി, ബെയർ ഫുട്ടായിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ടെമ്പിളിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. ഇവരുടെ ന്യൂ ഇയർ ടൈമിൽ വരണയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ആയിരിക്കും ഫുൾ പ്ലേസും. പിന്നെ അവരുടെ ട്രഡീഷണൽ ഡാൻസ്, ലാമ ഡാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അവരുടെ ആചാരങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇതാണ് എൻട്രി വരുന്നത്. നല്ലൊരു കാമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത്. ഇത്രയും ക്രൗഡ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ് ഞാനൊരു ഹോളിഡേ ടൈമിലാണ് ഇവിടെ പോയത്. അപ്പോൾ അത് കാരണം അത്രയും തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ഹോളിഡേയ്സിനാണ് ഞാനിവിടെ പോകുന്നത്. അപ്പോൾ ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നല്ല പ്രോപ്പറായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. എന്നാലും ഞാൻ എൻജോയ് ചെയ്തു.
അങ്ങനെ ഞങ്ങളുടെ വിസിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു സുവനീറിൻ്റെ ഷോപ്പ് ഉണ്ട്. എനിക്കാണെങ്കിൽ കൂർഗിൻ്റെ ഒരു സുവനീർ വാങ്ങിക്കണം. സോ ഞങ്ങൾ കുറേ നോക്കി. ഞാൻ എടുത്തത് ഈ ഒരു എന്താ പറയുക സുവനീറാണ്. പിന്നെ അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര റേറ്റും ഉണ്ടായിരുന്നു, അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. ഇതിന് 100 റുപ്പീസ് ആയിരുന്നു. ഞാൻ മൈസൂരിൻ്റെ എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സുവനീർ, അതും 100 റുപ്പീസ് തന്നെ വാങ്ങിച്ചത്. അത് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല കത്തിയായിരുന്നു. സോ അത് കാരണം ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചില്ല. ഞാൻ 2 ബ്രേസ്ലെറ്റും പിന്നെ ഈ സുവനീർ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ വിസിറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും ഞാൻ എടുത്തില്ല, നല്ല ടയേർഡായിരുന്നു. സോ അതാണ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി നെക്സ്റ്റ് പ്ലേസായ ബാംബു ഫോറസ്റ്റിലേക്കാണ് പോണത്. ബാംബു ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും. ഞാൻ അതിനകത്തൊന്നും കയറിയില്ല. ഇവിടെ കുറേ ഇങ്ങനെ കളിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇത് മെയിൻലി ആൾക്കാർ വരുന്നത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. റേറ്റും കുറവുണ്ടായിരുന്നു, അങ്ങനെ ഭയങ്കര റേറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബാഗ്സ് വാങ്ങിച്ചു, പിന്നെ ഈ സ്ലിപ്പേഴ്സ്, ചെപ്പൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, സാൻഡിൽസൊക്കെ വാങ്ങിച്ചു. അതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചത്. ചോക്ലേറ്റ് അതൊന്നും വാങ്ങിച്ചില്ല. ഈ ഒരു സംഭവം ആണ് ബാംബു ഫോറസ്റ്റിന് അവർ പറഞ്ഞു. ഇതിനകത്ത് ഫുള്ള് ബാംബു വെച്ചിട്ട് 2 സൈഡിൽ വെച്ചിട്ടുണ്ട്, അതാണ് സംഭവം. പിന്നെ ഞങ്ങൾ ഒരു കമ്മലിൻ്റെ ഷോപ്പിൽ കയറി. അപ്പോൾ 3 ജിംക്ക 100 റുപ്പീസ്. അപ്പോൾ ഞാനിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു, ഏതെടുക്കണം എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. അങ്ങനെ ഞാൻ 3 ജുംക്കാസ് എടുത്ത് ഇവിടെ നിന്ന് എനിക്ക് നല്ല ഇഷ്ടമായി ജുംക്കാസ് കാണാൻ വേണ്ടിയിട്ട്. അഫോർഡബിൾ ആയിരുന്നല്ലേ 3 എണ്ണത്തെ, അത് 2 ഞാൻ എടുത്തതാണ്. ഉമ്മ എടുത്ത ബാഗാണ് കാണുന്നത്. ആ ബാഗിനകത്ത് ചപ്പൽസൊക്കെ വാങ്ങിച്ചത്, അതൊക്കെ അതിനകത്ത് നിറക്കുകയാണ് ഞങ്ങൾ. അപ്പം അല്ലെങ്കിൽ പിന്നെ കുറേ കവറുകൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കേണ്ടി വരില്ലേ. ഒരാൾ സിബ് ലൈനിൽ കയറാൻ പോവാണ് കേട്ടോ. അവൾക്ക് സിബ് ലൈനിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അവൾ പോയി. എത്ര 150 റുപ്പീസ് ആയിരുന്നു. അതായത് ആ സിബ് ലൈനിൽ കയറി അറ്റം തൊട്ടിട്ട് പിന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എനിക്കൊരു 50 റുപ്പീസ് എന്തോ കുറച്ചാന്ന് തോന്നുന്നു. എനിക്ക് അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ പേടിയാണ്, പക്ഷെ അവൾക്ക് നല്ല ഇഷ്ടമാണ്. സോ അവൾ പോയി. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ ലെറ്റ് ഹർ എൻജോയ്. ഈ ഷോപ്പിൽ നിന്ന് എനിക്കൊരു ബാഗ് ഇഷ്ടമായി. ആ തൂങ്ങി കിടക്കണ പോലത്തെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ നിന്ന് ഒരു ബാഗ് അങ്ങനത്തെ വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് 200 റുപ്പീസിനാണ് നമുക്ക് ആ ബാഗ് തന്നത് അവർ. ഞാൻ എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചത് നിങ്ങൾക്ക് ഒരു ഫോട്ടോ ആയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാട്ടോ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും വാങ്ങിച്ച എല്ലാ സാധനവും ഞാൻ ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദാഹിച്ചു. അപ്പോൾ ഓർത്തൊരു കരിക്ക് കുടിക്കാമെന്ന്. അപ്പോൾ എനിക്കും ആസക്കും കൂടെ ഒരു കരിക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഷെയറാക്കി കുടിച്ച്. കഴിഞ്ഞു ഗൈസ്, തിരിച്ചു പോകണം. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. സോ അതെല്ലാം കഴിഞ്ഞ് വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ബസ്. ഇനി വേറൊരു ഡെസ്റ്റിനേഷൻ കൂടി ഉണ്ട്. DJ ഉണ്ടെന്നൊക്കെയാണ് പറയണത്, അറിയില്ല എന്താ സംഭവം ഒന്നും. പോയി കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഹവാസിൻ അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ അത് കഴിഞ്ഞ് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. ലാസ്റ്റ് ഡേ ആയപ്പോഴേക്കും കുട്ടികളും നമ്മളെല്ലാവരും നല്ല കമ്പനിയായി. അവർ പിള്ളേരാണ് കൂടുതൽ. അവർ ഒന്നിച്ച് കളിച്ചിട്ടൊക്കെ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, എന്താ പറയുക, നമ്മളെ ട്രിപ്പ് തീർന്നതിൽ. അയ്യോ ചമ്മിപ്പോയി ഗായ്, ചമ്മിപ്പോയി.
DJ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ ഈ ഒരു പ്ലേസിൽ കൊണ്ടുവന്ന് ഒന്നും പറയാനില്ല, ചെവിയൊന്നും കേൾക്കണ്ടായിരുന്നില്ല കുറച്ച് നേരം അതിനകത്ത് നിന്നിട്ട്. അത്രയും ലൗഡായിട്ടുള്ള ഒരു സൗണ്ടും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് അത് ഭയങ്കരമായിട്ട് സൗണ്ട് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ DJ സംഭവത്തിലൊക്കെ ഒരു ഡാൻസൊക്കെ ചെയ്യണത്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫസ്റ്റ് ടൈം ആയ കാരണം. ബസ്സിലുള്ള ആൻറ്റിമാരും അങ്കിൾമാരും അങ്ങനെ മൊത്തത്തിലെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൗണ്ട് ഭയങ്കര ഹൈ ആയ കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്തില്ല, ടു ബി ഫ്രാങ്ക്. അവിടെ ബാക്കിയുള്ള അങ്കിൾമാരും ചേച്ചിമാരും ഒക്കെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അവർ കുറേ നേരം എൻജോയ് ചെയ്ത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉമ്മി പറഞ്ഞ് ഇനി മതി, എനിക്ക് ചെവി കേൾക്കണില്ല. ഞാൻ പതുക്കെ ഉമ്മി ഞാനും ഹസനും കൂടെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ നിർത്തി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ ഒരു ഡോഗിനെ കണ്ടു. ആ ഡോഗ് ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ ബാക്കി കിട്ടുകൊടുത്തതിൻ്റെ നന്ദിയാണോ അറിയില്ല, അത് ഭയങ്കര കൈൻഡായിരുന്നു. അത് ഞങ്ങളടുത്ത് വന്നിട്ട് ഇങ്ങനെ വാലാട്ടി നിൽക്കുന്നത്. എനിക്ക് ഡോഗ്സിനെ പേടിയാണ്. കൂട്ടത്തിലുള്ള പിള്ളേരൊക്കെ അതിനായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഡോഗ്സിനെ പൊതുവേ പേടിയാണ്, ഞാൻ ടച്ച് ചെയ്യാറൊന്നുമില്ല, പേടിയായിട്ടാണ് കേട്ടോ. അറേഞ്ച് ചെയ്തിട്ടുള്ള ടൂറിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഫൈനൽ ഡേ ആയിരുന്നു. നമ്മളുടെ കുറേ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെഗ്മെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോണ വഴിക്ക് ഒരു കാട്ടാന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ പേടിച്ച് കുറച്ച് നേരം. എന്ന് വെച്ചാൽ റോട്ടിൽ നിന്ന് മാറണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ. മസനഗുഡി വഴി ഊട്ടി എന്നുള്ള സംഭവം ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയ കാരണം എനിക്കറിയില്ല, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആ കാട്ടാന പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. എല്ലാവരും ലൈറ്റൊക്കെ ഓഫാക്കി. ബസ്സിൽ ഏതോ ഒരു കുട്ടി അതിനെ ലേസർ എന്തോ അടിച്ച് അപ്പോൾ ബസ്സിലുള്ള ഡ്രൈവറിൻ്റെ നിന്ന് ചീത്തയൊക്കെ ഇട്ട് അങ്ങനെ ഈ ഒരു സംഭവം പകർത്തണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ നൈറ്റ് മൊത്തം നമ്മൾ ഡ്രൈവ് ചെയ്ത് രാവിലെ ഒരു 6 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ എറണാകുളം എത്തി. നല്ല ടയർഡായിരുന്നു, മര്യാദക്ക് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവ മെട്രോ സ്റ്റേഷനാണ്. അവിടെ ഇറക്കി ഞങ്ങൾ അവിടെ നിന്നൊരു ഊബർ എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. ഹവാസിനൊക്കെ ഇരിക്കണുണ്ടോ, ഹവാസിന് ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി. അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ബസ്സിലൊന്നും ഇരുന്ന് ഉറങ്ങാൻ ഭയങ്കര പാടാണ്. സോ ഞങ്ങളൊരു ഊബർ എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും പാക്കലാം.